നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 20 വെള്ളി, കന്നി 4. 100 ന്യൂസിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. തെരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്ന് കൊണ്ടുവരുന്ന ഡ്രഡ്ജർ ഇന്ന് ഷിരൂരിലെത്തിക്കും. ഇന്നലെ രാത്രിയോടെ ഡ്രഡ്ജർ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വെളിച്ചക്കുറവ് കാരണം കരയ്ക്കടുപ്പിക്കുകയായിരുന്നു. ADGP MR അജിത് കുമാറിനെ കുരുക്കാനുള്ള നീക്കം വിജയം കണ്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞ് PV അൻവർ MLA. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള പരാതി PV അൻവർ MLA CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കൈമാറി. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ്. അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജൂനിയർ ഡോക്ടേഴ്സ് നടത്തിവരുന്ന സമരം ഭാഗികമായി അവസാനിപ്പിച്ചു. നാളെ മുതൽ അടിയന്തര സേവനങ്ങൾ പുനരാരംഭിക്കും. ഔട്ട് പേഷ്യന്റ് വിഭാഗം സേവനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും ഡോക്ടേഴ്സ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ കൊണ്ടുവരുന്നതിനായി നീക്കങ്ങൾ ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായും ചർച്ച നടത്താൻ സർക്കാർ തീരുമാനം. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു എന്നിവർ പ്രതിപക്ഷ പാർട്ടികളുമായി സംസാരിക്കും. കോൺഗ്രസ് ഒഴികെ തൃണമൂൽ കോൺഗ്രസ്, DMK തുടങ്ങിയ പ്രാദേശിക പാർട്ടികളുമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്തുകയാണ് സർക്കാർ ലക്ഷ്യം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഇന്ന് ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അജ്മൽ, ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെ തെളിവെടുപ്പിനും വിശദമായ ചോദ്യം ചെയ്യലിനും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടേക്കും. മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംപോക്സ് വകഭേദം ഏതെന്ന് തിരിച്ചറിയാനുള്ള പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. സംസ്ഥാനത്തെ വൈറോളജി ലാബിലാണ് പരിശോധന നടത്തിയത്. എംപോക്സ് B2 വകഭേദത്തിന് വ്യാപനശേഷി കുറവാണ്. എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ B1 വൈറസ് ആണെങ്കിൽ അതീവ ജാഗ്രതയിലേക്കും കരുതൽ നടപടികളിലേക്കും ആരോഗ്യവകുപ്പ് കടക്കും. ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിൽ പ്രതികളായ ശർമിളയും മാത്യൂസുമായി അന്വേഷണ സംഘം കർണാടകയിലേക്ക് തിരിച്ചു. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ ഉടുപ്പിയിലും സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ മണിപ്പാലിലെ ജ്വല്ലറിയിലും എത്തിച്ചു തെളിവെടുക്കും. അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശം പരിഹരിക്കാൻ സമാന്തര പാതകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം. അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ മുതൽ അരൂർ പള്ളി വരെയുള്ള 1.5 കിലോമീറ്റർ ഭാഗത്താണ് റോഡ് നിർമ്മാണം. വയനാട് തലപ്പുഴ മരമുറി വിവാദത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിച്ചു. സസ്പെൻഡ് ചെയ്ത 2 ഉദ്യോഗസ്ഥരെയാണ് തിരിച്ചെടുത്തത്. സോളാർ ഫെൻസിംഗ് നിർമ്മാണത്തിന് വേണ്ടിയാണ് മരം മുറിച്ചതെന്ന്, ഇതിന് പിന്നിൽ സതുദ്ദേശം മാത്രമാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കായി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പ്രചാരണത്തിനിറങ്ങും. ഹരിയാനയിലെ 13 മണ്ഡലങ്ങളിലാണ് പ്രചാരണം. പ്രവർത്തകരെയും മണ്ഡലത്തിലെ ജനങ്ങളെയും അരവിന്ദ് കെജ്രിവാൾ അഭിസംബോധന ചെയ്യും. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയാണിത്. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ കൈമാറി വയനാട് ജില്ലാ പോലീസ് സഹകരണ സംഘം. മന്ത്രി OR കേളുവിന് വയനാട് ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് KM ശശിധരൻ ചെക്ക് കൈമാറി. ചിറയൻകീഴ് നിലയ്ക്കാമുക്ക് പണയൽക്കടവ് വർക്കല പാത പൊട്ടിപ്പൊളിഞ്ഞ് വാഹനയാത്ര നരകതുല്യമായി മാറിയിട്ട് 3 വർഷം. PWD റോഡിൽ പുനർനിർമ്മാണത്തിനായി സാധന സാമഗ്രികൾ ഇറക്കി വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ ജനരോഷം ശക്തം. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. കൊല്ലം പരവൂർ നഗരസഭയിൽ നിന്ന് പൂതക്കുളം പഞ്ചായത്തിലേക്കുള്ള പാത തകർന്നിട്ട് 10 വർഷമായിട്ടും ടാറിങ്ങിന് നടപടിയില്ല. കൂനയിൽ LP സ്കൂൾ, ചരിവിള ക്ഷേത്രം റോഡാണ് തകർന്നത്. പരവൂർ നഗരസഭയുടെയും പൂതക്കുളം പഞ്ചായത്തിന്റെയും അതിർത്തിയായതിനാൽ ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ടാറിംഗ് വൈകാൻ പ്രധാന കാരണം. ഓസ്ട്രേലിയൻ സ്കൂളിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും വേണ്ടി ഓണാഘോഷം നടത്തി. ന്യൂ സൗത്ത് വെയിൽസിലെ ഗോസ്ഫോർഡ് സെയിന്റ് പാട്രിക് സ്കൂളിലാണ് ഓണാഘോഷം നടത്തിയത്. മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം.
കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ്. വൻ തിരക്കുണ്ടായിട്ടും OPയിൽ പരിശോധനയ്ക്കെത്തുന്നത് 2-3 ഡോക്ടർമാർ മാത്രം. രോഗികൾ ദുരിതത്തിൽ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എല്ല് തൊണ്ടയിൽ കുടുങ്ങിയ വളർത്തുനായ്ക്ക് രക്ഷകരായി മലപ്പുറം ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ്. നായയെ വലയിലാക്കി ചോക്കിംഗ് നടത്തിയാണ് എല്ല് പുറത്തെടുത്തത്. വില്ല മാധുരി ശ്രീകൃഷ്ണ ക്ഷേത്രം റോം ഇറ്റലിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇറ്റലിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മലയാളികൾ പങ്കെടുത്തു. വില്ല മാധുരി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ദേവേന്ദ്ര പ്രഭു ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് പിള്ളേച്ചൻ അധ്യക്ഷനായി. മലപ്പുറം നിലമ്പൂരിൽ പൗരപ്രമുഖനുമായ കരായി അബൂബക്കർ അന്തരിച്ചു. ഖബറടക്കം ഇന്നലെ വൈകുന്നേരം നെടുങ്കോട് ജുമാ മസ്ജിദിൽ നടന്നു. നിലമ്പൂർ പട്ടികവർഗ സൊസൈറ്റിക്ക് വേണ്ടി കാട്ടുതേൻ ശേഖരിക്കുന്ന പുഞ്ചക്കൊല്ലി അളക്കൽ ഭാഗത്തുള്ള കുടുംബങ്ങൾക്ക് ഫ്രണ്ട് ലൈൻ അക്കാദമി ഭക്ഷണ സാധന കിറ്റുകൾ വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് അക്കാദമി ഡീൻ മുജീബ് റഹ്മാൻ കിറ്റ് വിതരണം ചെയ്തു. അധ്യാപികയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവിനെതിരെ കേസെടുത്ത് കരുവാരക്കുണ്ട് പോലീസ്. നീലാഞ്ചേരി സ്വദേശി നഫീസിനെതിരെയാണ് കേസെടുത്തത്. 4 മാസം മുമ്പും സമാനമായ രീതിയിൽ നഗ്നത പ്രദർശിപ്പിച്ചതിന് യുവാവിനെ താക്കീത് നൽകി വിട്ടിരുന്നു. ഫ്രട്ടേണിറ്റി പ്രവർത്തകർ മലപ്പുറം SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ADGP MR അജിത് കുമാറിനെ പുറത്താക്കുക, മുൻ SP സുജിത് ദാസ് അന്വേഷിച്ച എല്ലാ കേസുകളിലും പുനരന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആളൊഴിഞ്ഞ കുമരകം ബോട്ട് ജെട്ടി. പോളയിൽ കുടുങ്ങി വിനോദസഞ്ചാരം. തോട്ടിൽ പോള തിങ്ങി നിറഞ്ഞതോടെ മുഹമ്മയിൽ നിന്നുള്ള ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ഇവിടെ എത്താതെയായി. തോട്ടിലേക്ക് പോള കടക്കാതിരിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന സംവിധാനങ്ങൾ നശിച്ചതോടെയാണ് പോളശല്യം ഇത്ര രൂക്ഷമായത്. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടി ഇടുക്കി മാങ്കുളം പഞ്ചായത്ത് കണ്ടെത്തിയ സ്ഥലം കാട് കയറി നശിക്കുന്നു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ടൗണിലെ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗതക്കുരുക്ക് നിത്യസംഭവം. 80 ലക്ഷം രൂപ മുടക്കി റേഷൻ കട സിറ്റിയിൽ 80 സെന്റ് ഭൂമി ബസ് സ്റ്റാൻഡിന് വേണ്ടി വാങ്ങിയത് 6 വർഷം മുമ്പ്. എറണാകുളം കുറുമശ്ശേരി കവലയിലെ ഗതാഗതക്കുരുക്ക് ജനങ്ങളെ വലയ്ക്കുന്നു. കവലയിൽ രാവിലെയും വൈകിട്ടും നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. മെട്രോ യാത്രക്കാർക്ക് കലയുടെ കൂത്തമ്പല കാഴ്ചയൊരുക്കി KMRL. മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനിലാണ് തനത് കലകൾ ഉൾക്കൊള്ളിച്ചുള്ള മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. നൃത്തരൂപം എന്ന പേരിലാണ് കേരളത്തിന്റെ നൃത്തങ്ങൾ എന്ന പ്രമേയം ഉൾക്കൊണ്ടുള്ള മ്യൂസിയം. മണലൂർ താഴം പടവിൽ 3 മാസം മുമ്പേ കാറ്റിലും മഴയിലും വീണ 2 കൂറ്റൻ പരസ്യ ബോർഡുകൾ ഇതുവരെയും നീക്കം ചെയ്തില്ല. മറ്റൊരു വലിയ പരസ്യ ബോർഡിന്റെ കാലുകളുടെ കോൺക്രീറ്റ് അടർന്ന് അപകടാവസ്ഥയിൽ. പ്രദേശവാസികൾ ആശങ്കയിൽ. ദേശീയപാത 6 വരി നിർമ്മാണത്തിന്റെ ഭാഗമായി മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഓവർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കൽ ആരംഭിച്ചു. മലാപ്പറമ്പ് ജംഗ്ഷനിൽ നിലവിലുള്ള വയനാട് റോഡിൽ നിന്ന് 22 അടി താഴ്ചയിലാണ് ബൈപ്പാസ് കടന്നുപോവുക. 15 ദിവസം കൊണ്ട് മലാപ്പറമ്പ് ജംഗ്ഷൻ മുതൽ പോലീസ് ക്യാമ്പ് ഹൗസ് ജംഗ്ഷൻ സമീപം വരെ മണ്ണെടുക്കൽ പൂർത്തിയാകും. മൺസൂൺ കാല നിയന്ത്രണങ്ങൾക്ക് ശേഷം ബേപ്പൂർ തുറമുഖം വീണ്ടും സജീവമാകുന്നു. ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഉരുക്കളിൽ ചരക്കുകൾ കയറ്റി തുടങ്ങി. അമിനി, കടമത്ത് ദ്വീപുകളിലേക്കുള്ള ചരക്കുകളുമായി മറൈൻ ലൈൻ ഉരുവാണ് സീസണിൽ ആദ്യമായി ദ്വീപിലേക്ക് പോകുന്നത്. സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ട്രസ്റ്റിന്റെ തെക്കൻ മേഖലാ ഫുട്ബോൾ മേളയിൽ ചവറ പന്മന മനയിൽ MFA ഫുട്ബോൾ അക്കാദമി ജേതാക്കളായി. സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. തിരുവനന്തപുരം പേരൂർക്കട കോൺകോഡിയ UP സ്കൂൾ ഗ്രൗണ്ടിൽ സലീം ബ്രദേഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിന്റെ സംസ്ഥാനതല ലോഞ്ചും മാലിന്യ നിക്ഷേപത്തിനെതിരായ പരാതി നൽകുവാനുള്ള പൊതു വാട്സ്ആപ്പ് നമ്പറിന്റെ പ്രഖ്യാപനവും നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേയർ പ്രസന്ന ഏണസ്റ്റ് അധ്യക്ഷയായി. ഇടുക്കി ജില്ലയിലെ 5 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന്. റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനം തൃശ്ശൂരിലെ കുട്ടനെല്ലൂരിൽ നടക്കും. കേരളമൊട്ടാകെ 26 വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കും. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ പുന്നമട നെഹ്റു ട്രോഫി പാലം നിർമ്മാണം ഉദ്ഘാടനം ഇന്ന്.
പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലം നിർമ്മാണം ഉദ്ഘാടനം ചെയ്യും. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനാകും. കോഴിക്കോട് വടകരയിൽ വിദേശമദ്യവും ആയുധങ്ങളുമായി യുവാവ് പിടിയിൽ. നന്മണ്ട സ്വദേശി സനലേഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 25 കുപ്പി വിദേശമദ്യം, വടിവാൾ, ഇരുമ്പുദണ്ട് എന്നിവ പിടികൂടി. മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് മർദ്ദനം. കൊല്ലത്ത് നിന്നെത്തിയ സഞ്ചാരികളെയാണ് ഹൈഡൽ ടൂറിസം കരാർ ജീവനക്കാരും ഫോട്ടോഗ്രാഫർമാരും ചേർന്ന് മർദ്ദിച്ചത്. പരിക്കേറ്റവരിൽ സ്ത്രീകളും കുട്ടികളും. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഖത്തറിലെ പ്രവാസി സാംസ്കാരിക സംഘടനയായ സംസ്കൃതി ഖത്തർ 2ാം ഗഡുവായി സ്വരൂപിച്ച 25 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് സംസ്കൃതി ഭാരവാഹികൾ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്ക് കൈമാറിയത്. നേരത്തെ 10 ലക്ഷം രൂപ ഖത്തർ സംസ്കൃതി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. ഇടുക്കി മാങ്കുളത്ത് ഫോട്ടോഗ്രാഫേഴ്സിനെ ആക്രമിച്ച സംഭവത്തിൽ വൈക്കത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. വൈക്കം, തലയോലപ്പറമ്പ്, കടുത്തുരുത്തി മേഖലയിലെ ഫോട്ടോഗ്രാഫേഴ്സാണ് വൈക്കം നഗരത്തിൽ പ്രതിഷേധിച്ചത്. പ്രതിഷേധ യോഗത്തിന് സീനിയർ ഫോട്ടോഗ്രാഫർ രാജൻ പൊതി, ചാർലി ജോസഫ്, പ്രസാദ് ചിത്രകാന്തി, മനോജ് ഡിസൈൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MPയും PC വിഷ്ണുനാഥ് MLAയും. ദക്ഷിണ റെയിൽവേ നിർമ്മാണ വിഭാഗം മേധാവി ഷാജി സക്കറിയുടെ സാന്നിധ്യത്തിൽ കൊല്ലത്ത് നടന്ന അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായി. തിരികെ 100 ന്യൂസിലേക്ക് ഇനി പ്രധാന അറിയിപ്പുകൾ. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ വിവിധ കോഴ്സുകളിലേക്ക് സീറ്റ് ഒഴിവ്. വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്ന് ITIയിൽ ഹാജരാകണം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് മലയാളം വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക്. ചാലക്കുടി നഗരസഭ ഹരിതകർമ്മസേന ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. കുടുംബശ്രീ ഓഫീസിൽ നിന്ന് ഫോം വാങ്ങി അപേക്ഷ നൽകണം. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് നിയമനം. അഭിമുഖം ഈ മാസം 25-ന്. 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള 2024-25 അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 23 മുതൽ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 15. അരുവിക്കര സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2024-25 അധ്യയന വർഷത്തെ 2 വർഷ കോഴ്സിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഈ മാസം 24-നാണ് സ്പോട്ട് അഡ്മിഷൻ. IMA പാലക്കാടും സാത്തിയും ക്യൂർ മലബാറീസും ചേർന്ന ക്യൂർ അഫർമേറ്റീവ് ഹെൽത്ത് കെയർ എന്ന വിഷയത്തെക്കുറിച്ച് ഈ മാസം 22-ന് പാലക്കാട് IMA ഹാളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് ക്യൂർ മലബാറീസ് ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കുക. ഇനി ദേശീയ വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹിയിലെ 3ാം വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ഈ മാസം 26, 27 തീയതികളിലായി ആം ആദ്മി പാർട്ടി MLAമാർ യോഗം ചെയ്യും. വഖഫ് ഭേദഗതിയും ബില്ലിൽ സംയുക്ത പാർലമെന്റ് കമ്മിറ്റി ഇന്നും യോഗം ചേരും. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ അടക്കം അഭിപ്രായം ഇന്നലെ കമ്മിറ്റി കേട്ടിരുന്നു. മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഇന്ന് കമ്മിറ്റിക്ക് മുൻപാകെ അഭിപ്രായം വ്യക്തമാക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ BJP ഭീഷണിപ്പെടുത്തുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. രാഹുലിന്റെ ജീവന് ഭീഷണിയുണ്ട്. JP നദ്ദ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച കത്ത് ഭീഷണിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്നും ജയറാം രമേശ്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരണമെന്ന് പറയുന്നവരെ ജനങ്ങൾ പാഠം പഠിപ്പിക്കും. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദം തിരികെ കൊണ്ടുവരാനാണ് സഖ്യം ആഗ്രഹിക്കുന്നതെന്നും ഷിൻഡെ. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം പാകിസ്ഥാനൊപ്പമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും NC കോൺഗ്രസ് സഖ്യത്തിന്റെയും ഉദ്ദേശം ഒന്ന്. രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുവെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ച 387 കോടിയുടെ പദ്ധതികളിൽ കർണാടക ഗവർണർ റിപ്പോർട്ട് തേടി. നഗരവികസന നിയമം ലംഘിച്ച് മുഖ്യമന്ത്രി തന്റെ മണ്ഡലത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കകം ഗവർണർക്ക് റിപ്പോർട്ട് നൽകും. BJPയുടെ പരിവർത്തന യാത്രയ്ക്കെതിരെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് BJPയുടെ ശ്രമം. ജാർഖണ്ഡിലെ അടുത്ത തെരഞ്ഞെടുപ്പ് സമ്പന്നരും
ദരിദ്രരും തമ്മിലുള്ള പോരാട്ടമായിരിക്കുമെന്നും ഹേമന്ത് സോറൻ. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതിയെ പിന്തുണച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് പദ്ധതി. പണവും സമയവും ലാഭിക്കാൻ പദ്ധതി വഴി കഴിയുമെന്നും വിഷ്ണുഡിയോ സായ്. തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി വിതരണം ചെയ്യുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ്. ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ നടത്തിയ പരിശോധനയിലാണ് ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയുടെ അംശവും കണ്ടെത്തിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചു. 100 ദിന പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി ഒഡീഷ സർക്കാർ. പ്രകടന പത്രികയിൽ പറഞ്ഞ പദ്ധതികളുടെ എല്ലാം പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി. 2036 വികസിത ഒഡീഷ എന്ന സ്വപ്നം പൂർത്തീകരിക്കും. കർണാടക IT മന്ത്രി പ്രിയങ്ക് ഖാർഗെ US അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ബംഗളൂരുവിൽ US കോൺസുലേറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് US അംബാസഡർക്ക് കൈമാറി. തീവ്ര ഇടത് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിക്കുന്നതായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മുന്നറിയിപ്പ്. ജമ്മുകശ്മീരിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും സാധ്യതയെന്നും മുന്നറിയിപ്പ്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി 5 ലക്ഷം പൊതു ഇടങ്ങൾ വൃത്തിയാക്കും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പൊതു ശൗചാലയങ്ങൾ തുടങ്ങിയവയ്ക്ക് മുൻഗണന. ബീഹാറിൽ NIA റെയ്ഡിൽ 4 കോടി രൂപയും തോക്കുകളും പിടിച്ചെടുത്തു. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് കരുതുന്നവരുടെ വീടുകളിൽ ആയിരുന്നു പരിശോധന. രാജ്യാന്തര വാർത്തകളിലേക്ക്. ജബലിയയിൽ ഇസ്രയേൽ വ്യോമാക്രമണം. 6 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഡ്രോൺ ഉൽപാദനം 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയ റഷ്യ. ഡ്രോൺ ഉൽപാദനം 1.4 ദശലക്ഷമായി ഉയർത്തുക ലക്ഷ്യമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത് ബാലാവകാശ ഉടമ്പടിയുടെ കടുത്ത ലംഘനമെന്ന് UN. ഗസയിലെ സൈനിക നടപടികൾ കുട്ടികൾ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതെന്നും UN. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ 41,272 പേർ കൊല്ലപ്പെട്ടു, 95,551 പേർക്ക് പരുക്ക്. ഇറ്റലിയിൽ നാശം വിതച്ച ബോറിസ് ചുഴലിക്കാറ്റ്. വടക്കൻ ഇറ്റലിയിൽ വെള്ളപ്പൊക്കം, 24 പേർക്ക് ദാരുണാന്ത്യം. ലോകത്തെ ആദ്യത്തെ കുഷ്ഠരോഗ വിമുക്ത രാജ്യമായി ജോർദാൻ. ഔദ്യോഗിക സ്ഥിരീകരണവുമായി ലോകാരോഗ്യ സംഘടന. പെറുവിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. 3 മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഖത്തറിലെ ഹമദ് തുറമുഖത്ത് നിന്ന് വൻ നിരോധിത പുകയില ശേഖരം പിടികൂടി കസ്റ്റംസ്. ഇൻസുലേറ്ററുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1790 കിലോ നിരോധിത പുകയിലയാണ് പിടികൂടിയത്. ബിസിനസ് വാർത്തകളിലേക്ക്. സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് കരകയറാനാവാതെ US കോടതിയിൽ പാപ്പരത്ത ഹർജി ഫയൽ ചെയ്ത് വിഖ്യാത ഫുഡ് സ്റ്റോറേജ് ഹോംവെയർ നിർമ്മാതാക്കളായ ടപ്പർവെയർ. കോവിഡ് മഹാമാരിയും പിന്നീടുണ്ടായ യുക്രൈൻ യുദ്ധവുമെല്ലാം വിൽപ്പനയെ സാരമായി ബാധിച്ചതായി ടപ്പർവെയർ പ്രസിഡന്റും CEOയുമായ ലോറി ആൻ ഗോൾഡ്മാൻ. വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റഡി പെർമിറ്റിന്റെ എണ്ണം വെട്ടിക്കുറയ്ക്കാനൊരുങ്ങി കാനഡ. വർക്ക് പെർമിറ്റിന്റെ എണ്ണവും കുറയ്ക്കും. 700 മെഗാവാട്ട് ശേഷിയുള്ള 4 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ NPCI എല്ലും NTPCയും ചേർന്ന സംയുക്ത സംരംഭത്തിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. രാജസ്ഥാനിലെ മഹി ബൻസ്വാരയിലാണ് ആണവ നിലയങ്ങൾ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബോയിങ് 737 MAX 9 വിമാനം സ്വന്തമാക്കി മുകേഷ് അംബാനി. ഏകദേശം 1000 കോടി രൂപയാണ് ഈ അൾട്രാ ലോങ് റേഞ്ച് ബിസിനസ് ജെറ്റിന്റെ വില. കൊച്ചി മെട്രോയുടെ ഈ ബസ്സുകൾ ഈ മാസം അവസാനത്തോടെ എത്തും. സർവീസ് നടത്തുക യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞ റൂട്ടിൽ. ഊർജ്ജോൽപാദന കമ്പനിയായ NTPCയുടെ ഉപകമ്പനിയായ NTPC ഗ്രീൻ എനർജി പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നു. 10,000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന IPOയ്ക്കായി സെബിക്ക് അപേക്ഷ സമർപ്പിച്ചു. 100 ന്യൂസിൽ ഇനി കായിക വാർത്തകൾ. ISLൽ ജയം തുടരാൻ പഞ്ചാബ് FC ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ആണ് എതിരാളികൾ. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ 1ാം ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. 2ാം ദിനം 6ന് 339 എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുക. ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ സെഞ്ചുറി ലക്ഷ്യമിട്ട് സഞ്ജു സാംസൺ ഇന്നിറങ്ങും. ഇന്ത്യ D താരമായ സഞ്ജു ഇന്ത്യ Bക്കെതിരെ 89 റൺസുമായാണ് ക്രീസിലുള്ളത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC തൃശൂർ മാജിക് പോരാട്ടം. രാത്രി 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന ഓഗ്ബച്ചിയുടെ റെക്കോർഡിനൊപ്പം ഇനി സുനിൽ ഛേത്രിയും.
ഇരു താരങ്ങൾക്ക് സ്വന്തമായുള്ളത് 63 ഗോൾ വീതം. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. വിനായകനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷത്തിലെത്തുന്ന തെക്ക് വടക്ക് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടു. ചിത്രം അടുത്ത മാസം 4 തിയേറ്ററിലെത്തും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമൽ നീരജ് ചിത്രം വരുന്നു. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ബോഗെയിൻവില്ല എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടു. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. മഹാരാഷ്ട്രയിലെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ. മരണകാരണം വ്യക്തമല്ല. അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഡൽഹിയിൽ കാർ അപകടം. അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നോർത്ത് കൊറിയയിൽ ഭൂചലനം. 3.9 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. യുക്രൈൻ സൈനിക സഹായവുമായി ജർമ്മനി 400 മില്യൺ യൂറോ അനുവദിക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ബീഹാറിൽ ബോട്ട് വൈദ്യുത കമ്പിയിൽ തട്ടിയ അപകടം. 2 പേർക്ക് പരിക്ക്. 4 പേരെ കാണാതായി. ടെല്ലവീവ്, ടെഹ്റാൻ, ബെയ്റൂട്ട് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ജർമ്മൻ എയർലൈൻ ഗ്രൂപ്പായ ലുഫ്താൻസ. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ടെല്ലവീവിലേക്ക് ഈ മാസം 24 വരെ വിമാന സർവീസുകൾ ഉണ്ടാവില്ല. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.